ഹായ് നമസ്കാരം. ജെയിംസ് ക്യാമറൂൺ, ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ. അവതാർ ഫയർ ആൻഡ് ആഷ് സിനിമ കണ്ടിട്ട് ഇറങ്ങിയാണ്. വെളുപ്പിനെ 6 മണിക്കായിരുന്നു ഷോ. എന്തായാലും സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിനിമ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വിഷ്വലി പടം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. വിഷ്വലി ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സി ജി വർക്കാണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും ഗംഭീരം, അപാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇങ്ങനെയാണ് സിനിമ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പക്ഷേ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം നമ്മൾ കാണുന്ന ആ ഒരു കഥ തന്നെയാണ് ഇതിനകത്ത്. കാരണം ഇവരാക്രമിക്കാൻ വരുമ്പോൾ ഇവരവരുടെ ആ സ്ഥലം അല്ലെങ്കിൽ അവരുടെ പീപ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവം. പക്ഷെ എന്താണ് ഇതിനകത്തൊരു വെറൈറ്റി? അവതാർ ഫയർ ആൻഡ് ആഷ് ഇതിനകത്ത് തീ കൊണ്ടുള്ള പരിപാടി എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ എനിക്ക് അതത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല. അതുപോലെ തന്നെ ഇവർ വെള്ളത്തിനകത്ത് തീ കൊണ്ടുള്ള എന്തോ സംഭവമൊക്കെ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും ഇതിനകത്ത് വർക്കായിട്ടില്ല. എനിക്ക് ഇപ്പം തേർഡ് കണ്ടതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡാണ്. കാരണം ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം ഞാൻ ഫോളോ ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ഷോ തന്നെ ഇത് വന്ന് കാണും. പക്ഷേ വിഷ്വലി ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. പഴയതിനെ അപേക്ഷിച്ച് ഇതിനകത്ത് കുറച്ച് സ്റ്റോറി നല്ല രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഫാമിലി ഇതായിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമാണ്. അതുപോലെ തന്നെ അവസാനത്തെ ക്ലൈമാക്സ് എനിക്ക് എങ്ങും എത്താതെ പോയതായിട്ടുള്ള ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷേ ഇതിനകത്ത് ആ വാറെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ സ്ഥിരം നായകൻ, നായകി, അവരുടെ മക്കള്, അതെല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇമോഷണൽ രംഗങ്ങളിൽ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെ അങ്ങോട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. ഇതിൽ നമ്മുടെ നായകനും തമ്മിലുള്ള ഒരു സീനിൽ അവർ ഇമോഷണലി, അത് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലാവും. എന്താണെങ്കിലും ഈ ഒരു സീരീസ് ഫോളോ ചെയ്ത് സിനിമ കാണുന്നവരാണെങ്കിലും അവതാർ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവതാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഫസ്റ്റ് സെക്കൻഡിനെ അപേക്ഷിച്ചിട്ട് വ്യത്യസ്തമായിട്ട് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടൊരു സംഭവം ഇല്ല എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സിനിമോട്ടോഗ്രാഫി ആണെങ്കിലും പല സീൻസൊക്കെ ഈ ക്യാമറ ഇവർ എവിടെ കൊണ്ടുവച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തതെന്ന് പോലും നമുക്കറിയാം. സെക്കൻഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ആ വെള്ളത്തിനകത്തൊക്കെ ക്യാമറ ഇത് എവിടെ വെച്ച് ഇവർ ഷൂട്ട് ചെയ്ത് നമ്മൾ ചോദിച്ച പോലെ തന്നെ ആ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ജെയിംസ് ക്യാമറൂൺ പുള്ളി ബ്രില്യൻ്റ് ആണല്ലോ. പിന്നെ ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്ന 4-5 പേര് ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ എഡിറ്റർമാർ 3-4 പേര് ചേർന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നതും. ഗംഭീര വിഷ്വലാണ്. വിഷ്വലി ഒരു രക്ഷയില്ല. നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്വാളിറ്റിയാണ്. വിഷ്വലി ഭയങ്കര ക്വാളിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ സി ജി വർക്കാണെങ്കിലും അതുപോലെ ഗ്രാഫിക്സും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ വാർ ഷൂട്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ കിടിലമാണ്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു അവതാർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. കാരണം കുറച്ച് ലാഗ് നമുക്ക് ഫസ്റ്റ് ഹാഫ് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. എന്താണെങ്കിലും മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. കാരണം ഇത് നമ്മൾ ടി വിക്കകത്തോ അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടിട്ട് കാര്യമില്ല. പിന്നെ 3D ഗംഭീര എഫക്റ്റാണ് നമുക്ക് ആ 3D നൽകുന്നത്. ഓരോ ആ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇതാകുന്നുണ്ട്. ചില സംഭവങ്ങളൊക്കെ നന്നായിട്ട് 3D എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ക്വാളിറ്റിയാണ് സിനിമ. ബാക്കി നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. എന്തായാലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് പാർട്ടായിരുന്നു. തേർഡ് മോശമാണെന്നല്ല, സംഭവം ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ്, എന്താ പറയുക, ഒരു ലോകാത്ഭുതം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സംഭവമാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും പെർഫോമൻസ് വൈസ് ആ പഴയ സിനിമകളെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഇവരെല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും അവതാർ 3 ഫയർ ആൻഡ് ആഷ് എൻ്റെ റിവ്യൂ ഇതാണ്. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണാം. കുട്ടികൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം.